നമസ്കാരം. റൈറ്റ് ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റുമാനൂരുള്ള ഇമ്മാനുവൽസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആണ്. 3 പതിറ്റാണ്ടിലേറെയായി MBBS മുതൽ MLT വരെ ഇന്ത്യയിലെ 5ഓളം സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഇവിടേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി രക്ഷിതാക്കൾക്കും വളരെ ഫീസൊക്കെ കുറച്ചാണ് ഇവിടെ നൽകുന്നത്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ പഠിക്കുന്നതിനും അതോടൊപ്പം തന്നെ ജോലി നേടുന്നതിനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ സ്വദേശത്തും വിദേശത്തും ഒക്കെ ജോലി നേടുന്നതിന് ആളുകൾ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഇതേപോലെയുള്ള സ്ഥാപനം എങ്ങനെയാണ് റൈറ്റ് ചോയ്സ് ആവുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിന്റെ പ്രിയപ്പെട്ട MD രാജു ഇമ്മാനുവൽ സാറ്, നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 3 പതിറ്റാണ്ടിലേറെയായി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് 5ഓളം സംസ്ഥാനങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സാറേ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന ഈ 5 സംസ്ഥാനങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് പിള്ളേരെ നമ്മൾ അഡ്മിഷൻ എടുക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനവും അവർക്ക് വേണ്ട സപ്പോർട്ടും ചെയ്തത്. ഏതൊക്കെ കോഴ്സിലാണ് നമ്മൾ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നത്? നമ്മൾ ഇപ്പം എഡ്യൂക്കേഷന്റെ ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർ ഇപ്പം +2 കഴിയുന്ന പിള്ളേർക്ക് 2-3 രീതിയിലുള്ള സ്റ്റഡിയാണ് ഉണ്ടാകുന്നത്. ഒന്ന് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനുള്ളത്, രണ്ടാമത് കൊമേഴ്സ് പഠിക്കുന്ന പിള്ളേരെ, മൂന്നാമത് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന പിള്ളേർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിലുള്ള പിള്ളേർക്കും നമ്മൾ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന സെക്കൻഡ് ഗ്രൂപ്പുള്ള പിള്ളേർക്ക് നമ്മൾ MBBS, BDS, BAMS, BHMS, യുനാനി, അതുപോലെ തന്നെ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, BPharm, DPharm, ഫാം ഡി, പുതിയ ന്യൂജൻ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളുള്ളത് നമുക്ക് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ്, പെർഫ്യൂഷൻ, ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ കാർഡിയാക് കെയർ, അങ്ങനെയുള്ള കുറേ ന്യൂജൻ കോഴ്സുകൾ, ഒരു 10-20 കോഴ്സുകൾ ഉണ്ട്. റേഡിയോളജി, അതുപോലെ തന്നെ യുനാനി, അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ നമുക്ക് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ കോഴ്സുകളെല്ലാം നമ്മൾ മിതമായ നിരക്കിൽ നല്ല മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നമ്മൾ അഡ്മിഷൻ ആക്കി കൊടുക്കുന്നതാണ്. ഇതെല്ലാം അഫിലിയേഷനുള്ള കോഴ്സുകൾ തന്നെയാണ്. അതെ, എല്ലാ കോഴ്സുകളും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ കോഴ്സുകൾക്കും ഓരോ രീതിയിലുള്ള അഫിലിയേഷൻ ആണ്. ഇപ്പം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ പറയുകയാണെങ്കിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ നമുക്ക് അഫിലിയേഷൻ എന്ന് പറയുന്നത് KNC അഫിലിയേഷൻ ഉണ്ടാവണം, അതുപോലെ INCയുടെ അഫിലിയേഷൻ ഉണ്ടാവണം, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉണ്ടാവും. ഈ 3 അഫിലിയേഷനും ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ലോൺ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാങ്ക് ലോൺ ഉൾപ്പെടെയാണ് നമ്മൾ പിള്ളേർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അറേഞ്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ലോൺ ഉൾപ്പെടെ നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ അവിടുന്ന് കോളേജുകളിൽ നിന്ന് നമ്മൾ അതിന്റെ അഫിലിയേഷൻ പേപ്പർ മേടിച്ച് നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ബാങ്കുകാരൻ ആദ്യമേ നോക്കുന്നത് ഈ അഫിലിയേഷൻ ഉണ്ടോ എന്നാണ്. INCയുടെ അഫിലിയേഷൻ, KNCയുടെ അഫിലിയേഷൻ, അതുപോലെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ബാങ്കിന്റെ ലോൺ കിട്ടത്തുള്ളൂ. അത് ഉൾപ്പെടെ നമ്മൾ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിള്ളേരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ലോണുകളെല്ലാം നമ്മുടെ ഉത്തരവാദിത്തം തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് കടന്നു വരുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള അഫിലിയേഷന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ ആയിരിക്കും എനിക്ക് തോന്നുന്നു വരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അവരെ രക്ഷകർത്താക്കളെയും കുട്ടികളെയൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇപ്പൊ നമുക്കറിയാം, വലിയ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് ഈ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ അവർ കുറെ നല്ല കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആ കൊച്ചിനെ എവിടെ പഠിപ്പിക്കണം, ഏത് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കണം, ഏത് കോളേജിൽ പഠിപ്പിക്കണം, ഏത് കോഴ്സ് എടുപ്പിക്കണം, ഏത് ഫീസിൽ പഠിപ്പിക്കണം, ഇതെല്ലാം ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ച് അവർ കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തമുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ചെന്നിട്ട് ചുമ്മാ ഒരു കോളേജ് സെലക്ട് ചെയ്തെടുത്താൽ പോരാ. ആ കോളേജ് എവിടെയാണ് ഇരിക്കുന്നത്, ഏത് സംസ്ഥാനത്താണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ എന്ത് ഫീസ് ഉണ്ടാവും, പഠിച്ചിറങ്ങി അന്നേരം പ്രൊഫഷണലായിട്ട് അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മളുമായിട്ട് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കൗൺസിലിങ്ങോട് കൂടി അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും രക്ഷകർത്താക്കൾക്കും കുട്ടിക്കൂടെ കൂടി നമ്മളൊരു ക്ലാസ് ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുന്നു. കൗൺസിലിംഗ് ക്ലാസ് നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. ആ കൗൺസിലിംഗ് ക്ലാസ് കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും തമിഴ്നാട്ടിലെടുക്കണോ, കേരളത്തിലെടുക്കണോ, ഹൈദരാബാദിലെടുക്കണോ, ആന്ധ്രയിലെടുക്കണോ, എവിടെ എടുക്കണം, ആ കൊച്ചിനെ എവിടെ പഠിപ്പിക്കണമെന്ന് അവർക്കൊരു അവയർനെസ് ഈ പറയുന്ന നമ്മളെ കൗൺസിലിംഗ് കേട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാവും. നമ്മളങ്ങനെ ഈ +2 കഴിയുന്ന പിള്ളേർ, നമുക്ക് ധാരാളം പിള്ളേർ വരുന്നുണ്ട്. വരുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ ഫ്രീ
കൗൺസിലിംഗ് കൊടുത്ത് അവരെ ബോധവൽക്കരിച്ചാണ് വിടുന്നത്. അവർക്ക് നമ്മുടെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി അഡ്മിഷൻ. അവർക്ക് എവിടെ വേണമെങ്കിലും പോയി എടുക്കാം. പക്ഷേ അവർക്ക് അറിവ് നേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതിന് റൈറ്റ് ചോയ്സ്. മെഡിക്കൽ ഫീൽഡിൽ വരുന്ന കോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ IELTS OETO ജയിക്കാമെങ്കിൽ അതിന് മിതമായ അതിൻ്റെതായ ഒരു സ്കോർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാം. അവർക്ക് 2, 3, 4 ലക്ഷം രൂപയായിരിക്കും അവർക്ക് പെർ മന്ത് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ രക്ഷകർത്താവ് നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേരളം പിടിച്ചിരിക്കുന്നത് തന്നെ ഈ പറയുന്ന ഫോറിൻ മണി, വിദേശ നാണയമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കുട്ടികൾക്കും നല്ലതാണ്, നമ്മുടെ രാജ്യത്തിനും നല്ലതാണ്, നമ്മുടെ സ്റ്റേറ്റിനും നല്ലതാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ ഈ കൗൺസിലിംഗ് കഴിയുമ്പോൾ അവര് ഇഷ്ടപ്പെട്ട കോഴ്സാണോ അതോ നമ്മൾ പറയുന്ന കോഴ്സാണോ അവരെടുക്കുന്നത്? ഇല്ല, അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള, പിള്ളേർക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പിള്ളേർ എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് മീഡിയ വഴി, ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ അവർക്ക് ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് ഇന്നതാകണം, ഇന്നത് പഠിക്കണം, അല്ലെ ഇന്ന ആളാകണം എന്നൊരു ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അവർ വരുന്നത്. അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ സാധ്യതയെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ആ സാധ്യത അവർ മനസ്സിലാക്കി കഴിയുമ്പം അവർക്ക് ഏത് റൈറ്റ് ചോയ്സ് നമ്മൾ പറയുന്നവരെ കേട്ടതിന് ശേഷം അവർക്കൊരു ചോയ്സിൽ എത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഡിസിഷൻ എത്താൻ പറ്റുന്നു. ഇപ്പം വേണമെങ്കിൽ നമുക്ക് BBA, BCA, BCom വിത്ത് ഏവിയേഷൻ, ലോജിസ്റ്റിക് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയുള്ള പുതിയ കോഴ്സുകളിലൂടെ അവർക്ക് മുന്നേറാൻ പറ്റും. അതുപോലെ തന്നെ VFX, വിഷ്വൽ എഫക്ട്, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ്. ന്യൂജൻ കോഴ്സുകളാണ്. അതെ, ഇതൊക്കെ ന്യൂജൻ കോഴ്സുകൾ. അപ്പൊ അതിനകത്ത് നമുക്ക് താല്പര്യമുള്ള പിള്ളേർ, ചില പിള്ളേർക്ക് കൂടുതൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുണ്ട്, ഉണ്ടാവും, അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്ക് നമുക്ക് ഈ ന്യൂജൻ കോഴ്സ് വഴി പെടാന്ന്, അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ തന്നെ ജോലിക്ക് അവസരമുണ്ട്. അവർക്ക് വെളിയിൽ പോകാം, നല്ല ഏണിങ്സ് ഉണ്ടാവും, നല്ല രീതിയിൽ അവർക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സ് എങ്ങനെയാണ് സാർ? അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമേ നമ്മൾ അവരോട് ഇന്ന സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കോളേജിൽ നമ്മൾ അഡ്മിഷൻ നമുക്ക് തരപ്പെടുത്താമെന്ന് പറയുന്നു. അവരതിനോടൊപ്പം തന്നെ നമുക്കൊരു അഡ്വാൻസ് തുക ആദ്യമേ തന്നെ നമുക്ക് തരേണ്ടതുണ്ട്. കാരണം ഈ സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ SLC, +2ൻ്റെ, അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പി 2 ഫോട്ടോയും തന്ന് ഒരു ചെറിയ എമൗണ്ട് ഇനിഷ്യൽ പേയ്മെന്റ് സീറ്റ് ബ്ലോക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോളേജിൽ നമുക്ക് ആ സീറ്റ് ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. എന്തായാലും ഇത്രയും നേരം വളരെ വാചാലനായി ഞങ്ങളോട് ആത്മവിശ്വാസത്തോടെ താങ്കൾ സംസാരിച്ചു. അപ്പൊ താങ്കളുടെ ആ ദൃഢത താങ്കളുടെ മനസ്സിനുണ്ട്, കുട്ടികളോട് വരുന്നവർക്ക് ജോലി മേടിച്ചു കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അത് വളരെ പ്രയോജനമാണ്. ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടം വിദേശ രാജ്യങ്ങളിൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് വളരെ പ്രചോദനമാണ് താങ്കളുടെ വാക്കുകളും താങ്കളുടെ ഈ സ്ഥാപനവും. വളരെ തിരക്കുള്ള സമയത്ത് ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. പ്രവർത്തന മികവുകൊണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഈ സ്ഥാപനം എത്തുവാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.